السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. صدق الله العظيم. ബഹുമാനാദരവ് നിറഞ്ഞ സയ്യിദന്മാർ, ഉസ്താദന്മാർ, മറ്റേ ശബ്ദം ശ്രദ്ധിക്കുന്ന കൂട്ടുകാർ, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം തിരുനബി പ്രവചനത്തിന്റെ പുലർച്ചകളാണ് എന്നതാണ്. പേരറിയാത്ത പുതിയ പുതിയ അസുഖങ്ങൾ നാം ഇന്ന് കണ്ടുവരുന്നു. നടുക്കുന്ന വിധത്തിലുള്ള ദുരന്തങ്ങൾ നാം ഇന്ന് കേൾക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാനിവിടെ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമെല്ലാം ഇഖ്ലാസോടുകൂടെയുള്ള അമലായി ഇരുലോകത്തും ഉപകാരപ്രദമായ അമലായി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, إذا فعلت أمتي 15 خصلة حل بها البلاء. 15 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ടവർക്ക് ഉണ്ടായാൽ അവരെ ബലാ പിടികൂടും, പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും അവർക്ക് കൂടെ ഉണ്ടാവും. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 15 കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ അവിടുന്ന് പറയുന്നു, ശുരിബത്തിൽ ഖുമൂർ, കള്ളുകുടി അധികരിക്കുക, അതുപോലെ തന്നെ മോശപ്പെട്ട ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരിക, പള്ളിയിൽ അനാവശ്യ സംസാരങ്ങൾ ഉയരുക. ഇങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തികളിൽ കണ്ടു തുടങ്ങിയാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും. നബിയേ, തങ്ങൾ പറയുക, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുകൾ ഭാഗത്തു നിന്നും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്നും കാലിനടിയിൽ നിന്നും നിങ്ങൾക്കെതിരെ അദാബ് ഇറക്കാൻ കഴിവുള്ളവനാണ്. ഇന്ന് നാം പ്രളയങ്ങൾ കണ്ടതല്ലേ, സുനാമികൾ കേട്ടതല്ലേ, ഭൂകമ്പങ്ങൾ നാം അറിഞ്ഞിട്ടില്ലേ, മണ്ണിടിച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ, പുതിയ പുതിയ അസുഖങ്ങൾ നമ്മെ തേടി വരുന്നില്ലേ, എത്ര എത്ര അസുഖങ്ങളാണ് വന്നുപോയത്, എത്ര ആളുകളാണ് അസുഖങ്ങൾ കൊണ്ടുപോയത്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിക്ഷകൾ ഇറക്കുന്നത്? നാം ആദ്യം ഓതി വെച്ചില്ലേ, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയൊരു ശിക്ഷയുണ്ട്, നരകീയ ശിക്ഷകളെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി അതിന് മുന്നറിയിപ്പായി കൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ ദുനിയാവിൽ നിന്ന് തരികയാ. എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യർജിഊൻ, അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടിയാ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, വേനൽ കഠിനമായപ്പോ ചൂട് സഹിക്കവയ്യാതെ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തില്ലേ? എത്ര എത്ര ആളുകളാണ് ആ കഠിന ചൂടിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്, എത്ര പേർക്കാണ് കൊള്ളലേറ്റിട്ടുള്ളത്. ആ സമയത്ത് അല്ലാഹുവിനോട് ചോദിച്ചപ്പോ അല്ലാഹു മഴ തന്നില്ലേ? ആ മഴയിൽ എത്ര പേരാ മരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് പ്രളയത്തിൽ എത്ര പേരാ മരണപ്പെട്ട് കഴിഞ്ഞത്. ഇതുപോലൊരു ദിവസം നമുക്ക് വരാനുണ്ടെന്ന മുന്നറിയിപ്പാ. നിങ്ങളൊന്ന് അറിഞ്ഞതല്ലേ, നരകത്തിൽ വെച്ച് ചൂട് കഠിനമാകുമ്പോ ദാഹിച്ച് വിശന്നുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്ന
മുസീബത്ത് വന്നു, ചൂടായപ്പോഴും മുസീബത്ത് വന്നു. ഇതുപോലെ നാളെ ആഖിറത്തിലും ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയൊരു ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നിലേക്ക് മടങ്ങണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിലുള്ള പരീക്ഷണങ്ങളും അദാബുകളും ഇറക്കുന്നത് അവനിലേക്ക് ഖേദിച്ചു മടങ്ങാനാണ്. ഡാർക്കേജ്, ഇരുണ്ട യുഗമെന്ന ചരിത്രം മുതൽകുത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു സമൂഹം ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ നിഷ്കരുണം ആ വാവിട്ട് കരുതുന്ന ചോരപ്പൈതലിന്റെ മുകളിലേക്ക് മണ്ണെറിഞ്ഞിരുന്ന കാട്ടാളവർഗം, പാറയേക്കാൾ പരിവരുത്ത ഹൃദയങ്ങൾ, കരുണ പറ്റിയ മനസ്സുകൾ, ഇങ്ങനെ ഒരു സമുദായത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെണ്ണയേക്കാൾ മൃദുലമായ ഹൃദയത്തിലുള്ള ഉടമകളാക്കിയെടുത്തു. അവിടെ നമുക്ക് കാണാം, വ്യഭിചാരം വർദ്ധിച്ചൊരു കാലഘട്ടമായിരുന്നു, കള്ളുകൂടി അധികരിച്ച കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഹറാമുകള് അവിടുന്ന് നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. എന്നാൽ വീണ്ടും അതുപോലൊരു ഇരുണ്ട യുഗത്തിലേക്ക് നാം മടങ്ങുന്നുണ്ടോ? ഇന്ന് നാം എത്ര നിഷ്കരുണമായ കൊലപാതകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു പൈതലിനെ കിണറ്റിലേക്ക് എറിഞ്ഞത് നാം കണ്ടതല്ലേ? പലസ്തീനിലെ ചോരപ്പൈതങ്ങൾ ബന്ധമിരിക്കുന്നത് നാം കാണുന്നില്ലേ? കള്ളുകുടിയിൽ അധികരിച്ചു പോയില്ലേ? വ്യഭിചാരങ്ങൾ അധികരിച്ചു പോയില്ലേ? വീണ്ടും ഒരു ഇരുണ്ട യുഗത്തിലേക്കാണ് തിരിച്ചു പോക്കെങ്കിൽ ഇനി ലോകത്തിനധികം ആയുസില്ല കേട്ടോ. ഇത്രയും കാലം ദുനിയാവിന് വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ ഇനി അത് വേണ്ട. ഇനി ദുനിയാവിന് വേണ്ടി ജീവിക്കാനുള്ള സമയം നമുക്കില്ല. നമുക്കൊരേ ഒരു പരിഹാരം മാത്രമേ ഇതിനുള്ളൂ. അല്ലാഹുവിലേക്ക് ഖേദിച്ചു അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങല. ഇന്ന് ഇബ്ലീസ് തന്നെ കയ്യിലുള്ളപ്പോ അത് കുറച്ച് പ്രയാസമാണ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളത് ഇബ്ലീസ് കയ്യിലുണ്ടാകുമ്പോ അത് കുറച്ച് പ്രയാസമാണ്. ആദ്യമൊക്കെ സിനിമ കാണണമെങ്കിൽ സിനിമ തിയേറ്ററുകളിൽ പോകണം. കുറഞ്ഞ ആളുകൾ മാത്രമേ പോകുള്ളൂ, മറ്റുള്ളവർ കാണുന്നുള്ള ഒരു പേടിയെങ്കിലും ഉണ്ടാകും. ഇന്നോ അത് കൈവെള്ളകളിൽ തന്നെ സുലഭമായിട്ട് ഇന്ന് കാണാത്തവര് കുറവാ. എല്ലാ തെറ്റുകൾക്കും ഇന്ന് ചുക്കാൻ പിടിക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. അത് ഇബ്ലീസ് എന്ന് പറഞ്ഞ തെറ്റൊന്നും അല്ല ഉസ്താദേ. അതില് സുന്നി മനസ്സിലുണ്ട്, ഖുർആനുണ്ട്, തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇബ്ലീസിന് ഖുർആൻ വരെ, ഇഞ്ചീൽ വരെ, തൗറാത്ത് വരെയാ. ഇബ്ലീസിന്റെ അടുത്ത് എല്ലാവരും ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഹിഫ്ള് കുറഞ്ഞു പോയില്ലേ? ആലിമീങ്ങളിൽ തന്നെ ആ മൊബൈൽ ഫോൺ ആശ്രയിച്ചുകൊണ്ട് ഹിഫ്ള് എത്രത്തോളം കുറഞ്ഞു പോയി. എത്ര തെറ്റുകളാണ് അതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അധിക ആളുകളും പണ്ടുകാലങ്ങളിലൊക്കെ ഈമാനുള്ള മുഅ്മിനീങ്ങള് രാത്രിയിലും പകലിലും അല്ലാഹുവിലേക്ക് സുജൂദിലും ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞെങ്കിൽ ഇന്ന് മുഅ്മിനീങ്ങള് മൊബൈൽ സ്ക്രീനുകളിലായി പോയില്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാതിരിക്കുന്നത്? ബഹുമാനപ്പെട്ട അബൂബക്കർ ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് വഫാത്തെടുത്ത സമയത്ത് കൈയൊന്നും ഉയർത്താൻ കഴിയുന്നില്ല. അവിടുത്തെ ഖാദിമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ എനിക്ക് വുദു എടുത്തു തരണം, എനിക്ക് വുദു എടുത്തു തരണം. അങ്ങനെ ഏതാ വുദു എടുത്ത് കൊടുത്ത് മുഖം കഴുകി കൈ കഴുകാൻ വേണ്ടി വെള്ളമെടുത്തപ്പോൾ അവിടുന്ന് പറയുന്നു, മോനെ കൈ കഴുകാനായിട്ടില്ല, കൈ കഴുകാനായിട്ടില്ല. എനിക്ക് താടി വളർന്നത് മുതൽ ഈ സമയം വരെ എന്റെ താടി ചിക്ക പറ്റാറുണ്ട് മോനെ. ആ സുന്നത്ത് ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല മോനെ. എന്റെ അവസാനത്തെ വുദൂഇല് അതെനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. എന്റെ താടിയൊന്ന് ചിക്ക പറ്റി തരൂ. ഇതാണ് നമുക്ക് മഹാന്മാരെ കാണിച്ചു തന്ന മാതൃക. ഇന്ന് സമൂഹത്തിന് കൂടുതലും അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളല്ലേ? കുറഞ്ഞ ആളുകൾക്കാണ് അല്ലാഹുവിൽ വിശ്വസിക്കാൻ നമുക്ക് തൗഫീഖ് കൊടുത്തത്. ആ തൗഫീഖ് കൊടുത്തവർ തന്നെ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ, തെറ്റുകളിലായി ജീവിച്ചാൽ എങ്ങനെയാണ് അദാബുകൾ ഇറങ്ങാതിരിക്കുക? അല്ലാഹുവിന് സദാസമയം തസ്ബീഹിലായ ആകാശം, അല്ലാഹുവിന് ദിക്റിലായിട്ടുള്ള ഭൂമി, ഈ അന്തരീക്ഷം അതിഷ്ടപ്പെടുമോ?
കൊണ്ടിരിക്കുന്നു. മുഴുവൻ അമ്പിയാക്കളും ഔലിയാക്കളും ഉലമാക്കളും നമുക്ക് കാണിച്ചു തന്നു അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണേ എന്നാണ്. ഓരോ കാലത്തും അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു, പിൽക്കാലത്ത് ഔലിയാക്കളെ അല്ലാഹു അയച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ. നിങ്ങൾക്കുള്ള അവധി എത്തുന്നതിന് മുമ്പ് പലതവണ പലരായിട്ട് നിങ്ങളിലേക്ക് അല്ലാഹു അയച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തെറ്റുകൾ നിർത്തണേ, അല്ലാഹുവിലേക്ക് ഓർക്കണേ, അല്ലാഹുവിലേക്ക് മടങ്ങണേ. ഓരോരുത്തരായി നിങ്ങളോട് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവല്ലേ ഈ പാവപ്പെട്ടവരെയും നിങ്ങൾക്ക് മുമ്പിൽ നിർത്തിയിട്ടുള്ളത്. നിങ്ങളോട് പറയാനല്ലേ, നിങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി റബ്ബിലേക്ക് മടങ്ങണേ. അല്ലാഹുവിനൊരാളെയും ശിക്ഷിക്കുന്നത് ഇഷ്ടമല്ല. അവര് നന്നാവട്ടെ പലരും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം അവധി എത്തിയ പിന്നെ റബ്ബ് വിധിച്ചു തരൂല. നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോ അവസാനം എക്സാം എഴുതി കഴിയുമ്പോ പേപ്പർ കിട്ടുന്ന ഒരു രംഗുണ്ട്. ഇപ്പൊ ചിലപ്പോ സ്റ്റാപ്ലറോ ഒരുപാട് പേപ്പർ ഉണ്ടാവും. എന്നാലും മുമ്പൊക്കെ പേപ്പർ കിട്ടുന്ന ഒരു രംഗുണ്ട്. അവിടുന്ന് പറയും, സാറേ കുറച്ച് സമയം കൂടി, കുറച്ച് സമയം കൂടി, ചിലപ്പോ ഓര് കുറച്ച് സമയം തന്നേക്കാം, പേപ്പർ കെട്ടാൻ ഒരു സമയം തന്നേക്കാം. അതിന്റെ മുമ്പ് നമുക്ക് ഒരു ഐഡന്റിറ്റി നമ്പർ, രജിസ്റ്റർ നമ്പർ എഴുതാനുണ്ട്. ആ നമ്പർ അതിൽ എഴുതിയിട്ടില്ലെങ്കിലോ എഴുതിയ എക്സാം ഒക്കെ ബാധില്ല. അതൊന്നും രേഖപ്പെടുത്തൂല, നമ്മൾ എഴുതിയതായിട്ട് ഉണ്ടാവൂല. അതുപോലെ റബ്ബാവുന്ന നമ്മുടെ രക്ഷിതാവ് നമുക്ക് നടത്തുന്ന പരീക്ഷയാണ് ജീവിതം. ആ ജീവിതത്തിന് ഒരു ബെല്ലടിക്കാറുണ്ട്. ആ ബെല്ലടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഐഡന്റിറ്റി നമ്പറായ ഈമാൻ നമ്മളെപ്പോഴും അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് സ്വർഗത്തിലേക്കുള്ള രജിസ്ട്രേഷനാണ്. ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആ ഈമാനാകുന്ന രജിസ്ട്രേഷൻ എഴുതാൻ സമയമില്ല. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ പേപ്പർ കെട്ടൽ പോലും, നമ്മളെ കെട്ടിയേക്കുന്നത് പോലും മറ്റുള്ളവരല്ലേ. കെട്ടാനുള്ള സമയം പോലും നമുക്ക് റബ്ബ് തരുന്നില്ല. റബ്ബ് നേട്ടങ്ങൾ കൊണ്ടുപോകില്ലേ. അതിനു മുമ്പായിട്ട് നാം നന്നാവണം. സമയങ്ങൾ നാം അല്ലാഹുവിന് വേണ്ടി ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊന്നാര റസൂൽ പറഞ്ഞില്ലേ, ഒഴിവു സമയങ്ങളും ആരോഗ്യവും നിങ്ങൾ പേടിക്കണം. അതിനെ കുറിച്ച് റബ്ബ് ചോദിക്കും. ആ സമയത്ത് അല്ലാഹുവിന് വഴിപ്പെടാൻ കഴിയണം. ഇന്ന് ഒഴിവ് സമയം ആർക്കും ഒഴിവുള്ളു? ആർക്കും ഒഴിവുള്ളു ഇല്ല. അത് പബ്ജി കളിക്കണം, ഫ്രീ ഫയർ കളിക്കണം, സിനിമ കാണണം, ഇങ്ങനെ കണ്ടു തുടങ്ങിയാൽ ഒരു ബാത്റൂം പോകാൻ ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല. എല്ലാവരും തിരക്കില്ല. എന്നാൽ യാത്രത്തിലേക്കുള്ള എന്ത് അമലാണ് അല്ലാഹു തന്ന ആരോഗ്യത്തിലാണ് ഇസ്ലാം ചെയ്യുന്നത്. ഒരു മഹാന്റെ അടുത്ത് തന്നെ പോയി ചോദിക്കുന്നു, സാധാരണക്കാരൻ ചോദിക്കുന്നു, എനിക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു ഉപദേശം തരണം, എനിക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു ഉപദേശം തരണം. അപ്പൊ മഹാനവർ പറയും, നിങ്ങൾ തെറ്റ് ചെയ്തോളി, പക്ഷേ 3 ഷർത്തുണ്ട്. ആ ഷർത്ത് പാലിക്കാൻ കഴിയാൻ നിങ്ങൾ തെറ്റ് ചെയ്തോളി. അവിടുന്ന് പറയുന്നു, നീ ആരോടാണോ തെറ്റ് ചെയ്യുന്നത്, ആര് പറഞ്ഞതാണോ നീ അനുസരിക്കാതിരിക്കുന്നത്, അവരുടെ ഭക്ഷണം നീ കഴിക്കാൻ പാടില്ല, അവര് തരുന്ന ഭക്ഷണം നീ കഴിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, റബ്ബ് തന്ന ഭക്ഷണമല്ലാതെ എന്താ കഴിക്കാനുള്ളത്? രണ്ടാമത്തെ ഷർത്ത് പറയുന്നു, ആരുടെ വായുവാണോ നീ ശ്വസിക്കുന്നത്? ഇന്ന് വായുവിനൊക്കെ വിലയുള്ള കാലഘട്ടമല്ലേ. ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ വിലയൊന്ന് പരിശോധിച്ചു നോക്കൂ. ആ ഓക്സിജൻ സിലിണ്ടർ എത്ര മണിക്കൂർ നമുക്ക് ശ്വസിക്കാൻ തികയും? എന്നാൽ മരണം വരെ നീ ശ്വസിക്കുന്നത് റബ്ബ് തന്ന വായുവല്ലേ. ആ വായു ശ്വസിക്കാൻ നീ പാടില്ല. സുബ്ഹാനല്ലാഹ്, റബ്ബ് തന്ന വായുവല്ലാതെ എനിക്ക് ശ്വസിക്കാൻ കഴിയൂല. മൂന്നാമതായി പറയുന്നു, ആരോടാണോ നീ ധിക്കാരം കാണിക്കുന്നത്, അവരുടെ സ്ഥലത്ത് താമസിക്കല്ല. അല്ലാഹുവിന്റെ ഭൂമിയിലല്ലാതെ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. വേറെ എവിടെ പോകാനാ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി തെറ്റ് ചെയ്യൂല. അങ്ങനെയാണ് അവിടുന്ന് മഹാനവർ ഉപദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടുന്ന് വലിയ പ്രയാസമുള്ള കാര്യമാണിത്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്.
സുഖമുള്ള കാര്യമില്ല. കാരണം ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും പിഴപ്പിക്കാൻ ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോ ഈ വാഴ കേട്ട ഒരാൾ തീരുമാനിക്കണം, ഞാൻ ഇനി സിനിമ കാണില്ല, ഞാൻ തെറ്റ് ചെയ്യൂല, ഞാൻ അനാവശ്യത്തിൽ പോകൂല. പക്ഷേ പിന്നീട് അവന് തോന്നും അവസാനമായിട്ട് ഒരു തെറ്റുപോയി, ഈ സിനിമ കൂടിയാണ് കണ്ടിട്ട്, ഇപ്പൊ പുതിയ ഇറങ്ങിയതെല്ലാം കണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് രാവിലെ കളി കൂടി കണ്ടിട്ട് അടവും. അത് തോന്നിപ്പിച്ചു. ഇബ്ലീസിന്റെ അടവാണ്, അവന്റെ ഐഡിയ ആണത്. അവിടെ നിന്ന് ഖുർആനിലൂടെ പറയുന്നില്ലേ, ഓരോ വരികളും വലിയ അർത്ഥമുള്ള വരികളാണ്. നിങ്ങൾ തെറ്റ് ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട് നിർത്താന്ന് വിചാരിക്കണ്ട, അത് കഴിയൂല. ഭക്ഷണത്തിനോട് വലിയ ആർത്തിയുള്ള ഒരാൾ വിചാരിക്കാം, ഞാൻ 1 ദിവസം കൂടി മന്തി തിന്നിട്ടാണ് മന്തി നിർത്താൻ, ശരീരത്തിന് വലിയ കേടുള്ള കാര്യം. പിറ്റേന്ന് ഹോട്ടലിൽ പുതിയ തുടങ്ങിയതുകൊണ്ട് അവിടെ പോയ മന്തി തിന്നു. ഒരാൾ തെറ്റ് ചെയ്ത് നിർത്തിയാൽ അവൻ പിന്നെ ചെയ്യരുത്. അവൻ ഒരു പ്രാവശ്യം ചെയ്താൽ വീണ്ടും വീണ്ടും ആ തെറ്റിലേക്ക് തന്നെ പോകാനുള്ള ഒരു ത്വര അവന്റെ ശരീരത്തിൽ ഉണ്ടാകും. അമ്മാറത്തും ബിസ്സുആയ അവന്റെ നഫ്സ് തെറ്റിലേക്ക് എപ്പോഴും ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ. അല്ലാഹുവിലേക്ക് മടങ്ങണല്ലാതെ നമുക്ക് രക്ഷയില്ല. ഓരോരുത്തരും അവരവന്റെ വിജയത്തിന് വേണ്ടിയാണ് തുനിയേണ്ടത്. കൂട്ടുകാരാവട്ടെ, സുഹൃത്തുക്കളാരാവട്ടെ, അവരവരുടെ ഖബറിലേക്ക് ഉണ്ടാകുന്നുണ്ടാകും. എന്റെ അനുഭവത്തിൽ തന്നെ പലരെയും എനിക്കറിയാം. പല രീതിയിലും തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കുന്നവരാ. കൂട്ടുകാരോടൊപ്പം വർത്താനത്തിന് അവരുണ്ടാകും. രാത്രിയുടെ ആയാമങ്ങളിൽ അല്ലാഹുവിലേക്ക് സുജൂദ് ചെയ്യുന്ന പല സുഹൃത്തുക്കളെയും എനിക്കറിയാം. ആരെയും കണ്ടുകൊണ്ട് നാം തെളിയണ്ട, നമ്മുടെ ഖബറിലേക്ക് നാം മാത്രമേ ഉണ്ടാകൂ. അല്ലാഹുവിന്റെ മുസീബത്തുകൾ വരുമ്പോ അതിലെല്ലാവരും പെട്ടുപോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇങ്ങനെ അല്ലാഹുവിന്റെ അദാബുകൾ ഇറങ്ങുമ്പോ, കൊറോണ വരുമ്പോ, മുസീബത്തുകൾ വരുമ്പോ, പ്രളയങ്ങൾ സംഭവിക്കുമ്പോ അതിൽ ആലിമീങ്ങൾ പെടുന്നില്ലേ, സ്വാലിഹീങ്ങൾ പെട്ടുപോകുന്നില്ലേ? നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ അംറു ബിൽ മഅറൂഫും വനഹ്യുൻ അനിൽ മുൻകറും അതൊരു സ്വാലിഹായ മനുഷ്യന്റെ കടമയാണ്, ആലിമീങ്ങളുടെ കടമയാണ്, അത് ഔലിയാക്കളുടെ കടമയാണ്. അതിവിടെ നിറവേറ്റാതിരുന്നാൽ അല്ലാഹുവിന്റെ അദാബിൽ അവർ പെട്ടുപോകുന്നതാണ്. അതിൽ മഹാന്മാര് പറഞ്ഞതാ. എന്തുകൊണ്ടാണ് എല്ലാവരും പെട്ടുപോകുന്നത്? അവരും അതിന് ഉത്തരവാദിയാ. തെറ്റിലായിട്ട് ജനങ്ങൾ കഴിയുമ്പോ അവരെ തിരുത്തി കൊടുക്കേണ്ട ബാധ്യത സ്വാലിഹീങ്ങളായ മനുഷ്യർക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കുവാനും സമയങ്ങൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി ചിലവഴിക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ മുതൽ തസ്ലീമായിട്ട് മുസല്ലട്ട് കുതിർക്കണമെന്ന് ഇതിനർത്ഥമല്ല. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കുന്നത് അമലുകളുടെ സ്വീകാര്യത നിയത്തുകളെ കൊണ്ടാണ്. ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ്. നമ്മൾ ചെയ്യുന്ന ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയ ഇബാദത്ത് ഇൽമ പഠിക്കലാ, ഇൽമുമായി ശുഗലാകലാ. അവരെത്ര മനസ്സിലായിട്ടില്ലെങ്കിലും അവർക്ക് ഹിഫ്ളുള്ള കഴിവാകട്ടെ, മനസ്സിലാക്കാനുള്ള കഴിവാകട്ടെ, അതൊക്കെ റബ്ബ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് പോലെ ഉണ്ടാകും. എന്നാൽ അവരതിനു വേണ്ടി തുനിഞ്ഞാൽ, പരിശ്രമിച്ചാൽ, മനസ്സിലായിട്ടില്ലെങ്കിലും ഓതിക്കൊണ്ടിരുന്നാൽ അത് വലിയ ഇബാദത്താണ്. ഇങ്ങനെ തുടങ്ങി ഒരു ഭാര്യ ചെയ്യുന്ന ഇബാദത്ത്, ഭർത്താവിന്റെ വസ്ത്രം അലക്കലും, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യലും, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കലും, വീട് വൃത്തിയാക്കലും തുടങ്ങി മുഴുവനും അവിടെ നിയ്യത്ത് നന്നാക്കിയാൽ ഇബാദത്താ. ഭർത്താവ് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കൽ ഇബാദത്താണ്. പള്ളിയിലേക്ക് നടക്കൽ ഇബാദത്തല്ലേ, പള്ളിയിൽ സംസാരിക്കാതിരിക്കൽ ഇബാദത്തല്ലേ, തെറ്റ് കാണും
റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിലെ ചിലവഴിക്കൂ എന്ന നിയ്യത്ത് പോലും ഇബാദത്തല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖുകൾ പ്രദാനം ചെയ്യുവാനാവട്ടെ. اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا واوصلنا الى خير مقاصدنا وتب علينا انك انت التواب الرحيم. ഈ ദുആ പതിവാക്കിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും പറയാനൊക്കെ ഉള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ധാരാളമായി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ലവരായ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളിലും ഒക്കെ മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് റബ്ബിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്ന, ദീൻ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ റൂഹിന്റെ മാതാപിതാക്കളായ, യഥാർത്ഥ മാതാപിതാക്കളായ ഉസ്താദുമാർ അല്ലാഹ് അവർക്ക് നീ ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. നിന്റെ റിള നൽകണേ അല്ലാഹ്. നിന്റെ അടുത്ത് വലിയ ദറജ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദീനീ ഖിദ്മത്തിനായിട്ട് ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അവരുടെ പൊരുത്തം ലഭിക്കുന്നവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പാവപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കുന്നവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.